Moving forward, our guest speaker for today is Reverend Father Jomon John, Warden of St. Thomas Theological Seminary, Nagpur, and is also a member of Mailapura Daira. We now invite Achan to enlighten us with the Christmas message. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മലയാളി എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് പടിഞ്ഞാറേക്കര അച്ഛൻ, വന്നിരായ വൈദിക സഹോദരങ്ങളെ, എക്യുമെനിക്കൽ ഫെലോഷിപ്പിൻ്റെ നേതൃത്വം വഹിക്കുന്ന വന്നിരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, let us start from the first Christian message. First Christmas message that was read in the beginning of this session, that was from Saint Luke chapter 2 verses 10 and 11. That was the first Christmas message we heard from the angels. Then the angel said to them, "Do not be afraid, for behold, I bring you good tidings of great joy, which will be to all people." സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ അതിൽ തുടങ്ങി. ക്രിസ്മസ് ഇസ് ദ ഹാപ്പിനെസ് ടു ദ ഹോൾ പീപ്പിൾ. സർവജനവും എന്നുള്ള ഒരു വാക്ക്, ക്രിസ്തുമസിൻ്റെ അടിസ്ഥാനം ദൈവം മനുഷ്യനായി എന്നുള്ളതാണ്. ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ അടിസ്ഥാനവും യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്നുള്ളതാണ്. ഹീസ് ദ കംപ്ലീറ്റ് ഹ്യൂമൻ ആൻഡ് കംപ്ലീറ്റ് ഡിവൈൻ. ദൈവത്വത്തിൽ പൂർണ്ണനായിരിക്കുമ്പോൾ, സർവ്വസൃഷ്ടിയെയും നിയന്ത്രിക്കുമ്പോൾ, സർവചരാചരങ്ങളെയും he provides all things for the whole creation. At the same time, he became man. The mother Mary carried him on her lap. സ്വന്തം മടിയിലും കരങ്ങളിലും എടുക്കത്തക്കവണ്ണം ദൈവം മനുഷ്യനായി തീർന്നു എന്നുള്ളതാണ് ക്രിസ്തുമസിൻ്റെ അടിസ്ഥാനം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൂർണ്ണ മനുഷ്യൻ എന്നുള്ളത്, മനുഷ്യനായി എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെയും ക്രിസ്തീയ വിളിയുടെയും അടിസ്ഥാനം തന്നെ നല്ല മനുഷ്യനാകുക എന്നുള്ളതാണ്. മനുഷ്യത്വത്തിൻ്റെ വീണ്ടെടുപ്പാണ്. ദൈവം മോഹനീയമായി കണ്ട, അതുല്യമായി കണ്ട മനുഷ്യത്വത്തെ, ആ മനുഷ്യത്വത്തിൻ്റെ വീണ്ടെടുപ്പിനെ നാം ആഘോഷിക്കുന്ന സന്ദർഭമാണ് ക്രിസ്തുമസ്. മനുഷ്യത്വത്തിൻ്റെ വീണ്ടെടുപ്പ് ദൈവത്വത്തിലേക്ക് ചേർക്കുകയാണ്. മനുഷ്യനെ വീണ്ടെടുത്ത് ദൈവത്വത്തിലേക്ക് ചേർക്കുന്നത്. നാം പല ക്രിസ്തുമസ് നാം കാണുന്നുണ്ടെങ്കിലും ചില മനുഷ്യരുടെ വ്യക്തിജീവിതത്തിലെ ക്രിസ്തുമസ് അവരുടെ വ്യക്തിജീവിതത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ ഇവൻ്റായി മാറിയിട്ടുണ്ട്. അതിൽ ഒരാളാണ് ദയാഭായി. ഇന്ത്യയുടെ പല സ്ഥലത്തും ട്രൈബൽ ഏരിയയിൽ വർക്ക് ചെയ്ത് 50-ലധികം വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് മേഴ്സി എന്ന് അറിയപ്പെട്ടിരുന്ന ദയാഭായി. പാല സ്വദേശിയായ ഈ സ്ത്രീ ഈ യൗവനമായിരിക്കുമ്പോൾ ചേർന്ന ഒരു കോൺവെൻ്റ് ഉണ്ട്. ആ കോൺവെൻറ്റിൻ്റെ ഭാഗമായിട്ട് വടക്കേ ഇന്ത്യയിലേക്ക് വരുവാനായിട്ട് ഇടയായി. അവിടെ ഒരു ക്രിസ്തുമസിൻ്റെ നാളിൽ ആ നാട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ആ നാട്ടിലുള്ള ഗോത്രവിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർ അവർ ഒരുമിച്ച് 2 ദിവസം മുമ്പേ ഈ കോൺവെൻറ്റിൻ്റെ പരിസരത്ത് വന്ന് തങ്ങിക്കിടക്കുന്ന ഒരു ക്രിസ്മസ് ഉണ്ട്. കൊടും തണുപ്പത്ത്, നല്ല തണുപ്പുള്ള സമയത്ത് മേൽവസ്ത്രങ്ങളൊന്നുമില്ലാതെ ഈ മനുഷ്യർ വന്ന് സ്വന്തം കോൺവെൻറ്റിൻ്റെ പരിസരത്ത് മുഴുവനും നിറഞ്ഞു കിടക്കുകയാണ്. 3-ാം ദിവസം ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞ് അത് അറിഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ, അത് ഭക്ഷിക്കാൻ വേണ്ടി 2 ദിവസം പട്ടിണി കിടന്ന് ഒരുമിച്ച് താമസിക്കുന്ന ട്രൈബൽസ്. അപ്പോൾ ഈ മേഴ്സി എന്ന് പറയുന്ന ഈ നൺ ചെന്ന് സിസ്റ്റർ സുപ്പീരിയറോട് പറഞ്ഞു, ശരിക്കും ക്രിസ്തു ജനിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ അകത്തല്ലായിരിക്കുമല്ലോ, അവിടെ അവരോടൊപ്പം ആയിരിക്കുമല്ലോ ജനിക്കുന്നത്, ഞാൻ അവരുടെ കൂടെ ഒന്ന് പോയി ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ
സിസ്റ്റർ പറഞ്ഞു, നീ ഇപ്പോൾ ആദ്യമായി ഇവിടെ വന്നതുകൊണ്ട് നിനക്ക് തോന്നുന്നതാ, കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ മാറിക്കോളും എന്ന് പറഞ്ഞു. പക്ഷേ അത് ഉള്ളിൽ നൊന്തൊരു ക്രിസ്തുമസ് ആയിരുന്നതുകൊണ്ട് ഞാൻ അവരോട് പോയി കുറച്ചു നേരം ഇരിക്കട്ടെ എന്ന് ചോദിച്ച് അനുവാദം ചോദിക്കുന്നുണ്ട്. കുറച്ചു നേരമേ പോയിരുന്നുള്ളൂ, അതിനെ അനുവദിച്ചിരുന്നുള്ളൂ. പക്ഷേ ആ ക്രിസ്തുമസ് ദയാഭായിയുടെ ജീവിതത്തിലെ മാറ്റത്തിൻ്റെ ക്രിസ്തുമസ് ആയിരുന്നു. ആ വർഷം തന്നെ ആ കോൺവെൻറ്റിൽ നിന്നിറങ്ങി ആ ഗോണ്ട് വർഗത്തിൽപ്പെടുന്ന ആദിവാസികളോടൊപ്പം താമസിക്കുവാനായിട്ട് അവർ ഇറങ്ങിപ്പോയി. ഇപ്പോഴും അവരോടൊപ്പം മധ്യപ്രദേശിലെ ഒരു സ്ഥലത്ത് അവരോടൊപ്പം തന്നെ താമസിക്കുകയാണ്. അവരുടെ വസ്ത്രം ധരിച്ചും അവരുടെ ആഭരണങ്ങൾ അണിഞ്ഞും സ്വന്തം ജീവിതത്തിലെ നിറം മാറ്റി അവരുടെ നിറമായിട്ട് പരിവർത്തനം ചെയ്ത് അവർ കഴിക്കുന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ, 50-ലധികം വർഷമായിട്ട് ഒരു ജനതയോടൊപ്പം ജീവിക്കുന്ന ഒരു സ്ത്രീ. ഒരു ക്രിസ്തുമസിൻ്റെ പരിവർത്തനമാണ്. കാരണം മനുഷ്യത്വത്തെ വീണ്ടെടുക്കാൻ വന്ന ക്രിസ്തുവിൻ്റെ മനുഷ്യനോടുള്ള കരുതലിൻ്റെ അടയാളങ്ങളെ കാണുന്നിടത്താണ് യഥാർത്ഥ ക്രിസ്തുമസ് നമുക്ക് ആഘോഷിക്കുവാൻ സാധിക്കുന്നത്. ക്രിസ്തുമസ് എന്ന് പറയുന്നത് മനുഷ്യത്വത്തിൻ്റെ ഒരു വീണ്ടെടുപ്പാണ്. മനുഷ്യത്വത്തെ കാണുക എന്നുള്ളതാണ്. ഈ എക്യുമെനിക്കൽ ക്രിസ്തുമസിന് അത്തരത്തിലൊരു ഭംഗിയുണ്ട്. കാരണം ഇത് വേർതിരിവുകൾ ഇല്ലാതെ ഒരുമിച്ച് വരുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഇടമാണ് ഈ എക്യുമെനിക്കൽ വേദികൾ. സ്പിരിച്വാലിറ്റി ഓഫ് ടീ ഷോപ്പ് എന്നുള്ള ഒരു ക്യാപ്ഷനുണ്ട്. ദ സ്പിരിച്വാലിറ്റി ഓഫ് ടീ ഷോപ്പ്. അത് ബോബി ജോസ് കപ്പൂച്ചിനച്ചൻ മാതൃഭൂമിയുടെ ഒരു വാരാന്ത്യ പതിപ്പിൽ അദ്ദേഹം എഴുതിയിരുന്ന ഒരു ചെറിയ കുറിപ്പാണ് സ്പിരിച്വാലിറ്റി ഓഫ് ടീ ഷോപ്പ്. മറ്റൊന്നുമല്ല, ഒരു ചായക്കടയിലൂടെ ഉള്ളിലേക്ക് കയറാൻ പോകുമ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ചായ കുടിക്കുന്നു. അവിടെ വേർതിരിവുകളൊന്നുമില്ല. തൊട്ടടുത്തിരിക്കുന്ന ആൾ ആരാണെന്ന് പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും അവിടെ പെട്ടെന്ന് ചിലപ്പോൾ ഫ്രണ്ട്ലി ആകാൻ സാധിക്കും. ആരും വേർതിരിവുകളില്ലാതാണ് ഒരു ചായക്കടയിലേക്ക് കയറുന്നത്. എന്നാൽ മനുഷ്യർ പലപ്പോഴും അവരുടെ ആരാധന സ്ഥലത്തേക്ക് കയറുമ്പോൾ, വർഷിപ്പ് സെൻറ്റേഴ്സിലേക്ക് കയറുമ്പോൾ, ദേ ഫീൽ ദംസെൽഫ്സ് ആസ് സം ഡിഫറൻസ്. പള്ളിക്കകത്തേക്ക് കയറുമ്പോൾ ക്രിസ്ത്യൻ ആണെന്നൊരു ബോധ്യം വരുന്നു. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഞാൻ ഹിന്ദു ആണ് എന്നൊരു ബോധ്യം ഉണ്ടാകുന്നു. മോസ്കിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്ലാം ആണെന്നൊരു ബോധ്യം വരുന്നു. ശരിക്കും മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റുന്ന ഇടങ്ങൾ പലപ്പോഴും സെക്യുലർ ഇടങ്ങളായി പരിണമിക്കുന്നു. അവിടെയാണ് ഈ ക്രിസ്തുമസിന് സാങ്കത്യമുള്ളത്. കാരണം മനുഷ്യനെ മതങ്ങൾ വെച്ച് വേർതിരിക്കുന്ന സന്ദർഭത്തിൽ ദൈവം മനുഷ്യനായത് മനുഷ്യത്വത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാനായിട്ടും മനുഷ്യത്വത്തെ വേർതിരിവുകളില്ലാതെ കാണുവാനായിട്ടും എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ടും ഉള്ള ഒരു വലിയ സന്ദേശത്തിൻ്റെ വരവാണ്. ഗോഡ് ബിക്കെയിം ഹ്യൂമൻ ബിക്കോസ് ഫോർ ദ ഹോൾ ക്രിയേഷൻ, എല്ലാ സൃഷ്ടിക്ക് വേണ്ടിയും എല്ലാ മാനവർക്ക് വേണ്ടിയും എന്നുള്ള ഒരു ചിന്തയുണ്ട്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, സർവ്വജനം, ഫോർ ദ ഹോൾ പീപ്പിൾ. ഈ ഒരു കാഴ്ച നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുമ്പോഴാണ് ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തുവാൻ സാധിക്കുന്നത്. ഇതിലുപയോഗിക്കുന്ന എല്ലാ സിംബൽസും അതിലേക്കുള്ള വഴിയാണ്. നാം കാണുന്ന ആ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. ക്രിസ്മസ് ട്രീയുടെ ഒരു ഷേപ്പ് തന്നെ ഇങ്ങനെ ബ്രാഞ്ചസ് കുറഞ്ഞ് ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ ഒറ്റ ബ്രാഞ്ചായിട്ട് നിന്ന് അവിടെ ഒരു സ്റ്റാറായിട്ട് രൂപപ്പെടുന്നതാണ്. മറ്റൊന്നുമല്ല, മുകളിലേക്ക് നമ്മൾ പോകും തോറും തണ്ടുകൾ കുറയുക, ബ്രാഞ്ചസ് കുറഞ്ഞ് മുകളിലേക്ക് എത്തുന്നതനുസരിച്ച് നമ്മുടെ തണ്ട് കുറയുന്നു എന്നുള്ളതാണ്. ബ്രാഞ്ചസ് എന്ന് പറയുന്നത് തണ്ട് വലിപ്പമൊക്കെ ഉണ്ട്. നമുക്ക് പലപ്പോഴും പലതിൻ്റെ ഭാരമുണ്ട് ഈ നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ കുറച്ചുകൂടി ഉയരത്തിലേക്ക് കയറുവാനായിട്ടുള്ള ഒരു ക്രിസ്മസിൻ്റെ സന്ദേശമാണ് ആ ട്രീ നമുക്ക് നൽകുന്നത്. ഏകാഗ്രമായിട്ട് തണ്ടുകൾ കുറഞ്ഞ് ബ്രാഞ്ചസ് കുറഞ്ഞ് ഉയരത്തിലേക്ക് പോകുവാനായിട്ടുള്ള ഒരു വിളിയായിട്ട് ക്രിസ്മസ് നമ്മുടെ മുമ്പിലുണ്ട്. 2025 ഈ വർഷം പുറത്തിറങ്ങിയ 2 മേരിമാരുടെ ജീവിതമുണ്ട്. ഒന്ന് അരുന്ധതി റോയി എഴുതിയ മദർ മേരി കംസ് ടു മീ എന്നുള്ള സ്വന്തം അമ്മയെ സംബന്ധിച്ചുള്ള ഒരു പുസ്തകവും, അതുപോലെ തന്നെ അബു എബ്രഹാം എഴുതിയ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തിലെ അമ്മ മേരിയും, കമ്പിളിക്കണ്ടത്തെ മേരിയും, മദർ മേരിയും, അരുന്ധതി റോയുടെ മദർ മേരിയും. ഈ 2 മേരിമാരും നമ്മോട് സംവേദിക്കുന്നത് സ്വന്തം മക്കളെയും ജീവിതത്തെയും മനുഷ്യത്വത്തെയും വീണ്ടെടുക്കാൻ അതിയായി പരിശ്രമിക്കുന്ന 2 അമ്മമാരുടെ കഥയാണ്. ആ 2 അമ്മമാരുടെ കഥ മറ്റൊരു കഥയല്ല, അത്
കന്യകമറിയം അമ്മയുടെ കഥയോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന കഥ തന്നെയാണ്, ജീവിതം തന്നെയാണ്. കാരണം മനുഷ്യത്വത്തെ വീണ്ടെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന, ജീവിതത്തെ സർഗാത്മകമാക്കി മനുഷ്യർ ഒരുമിച്ച് ജീവിക്കാൻ തക്കവണ്ണം പ്രേരണ കൊടുക്കുന്ന അമ്മമാരുടെ രണ്ട് കഥ മറിയത്തിൻ്റെ കഥയോട് ചേർത്ത് വെക്കാം. മനുഷ്യത്വത്തിലേക്ക് പൂർണ്ണ മനുഷ്യനായ ക്രിസ്തു സ്വന്തം ജീവിതത്തെ വളർത്തിയെടുക്കാനായിട്ട് ഒരമ്മയ്ക്ക് വിധേയപ്പെട്ടു. ആ അമ്മ മേരിയാണ്, അമ്മ മറിയമാണ്. ആ അമ്മ മറിയം എന്ന് പറയുന്നത് ഒരു കൊച്ചു നസറത്തിലെ ഒരു കൊച്ചു ഭവനത്തിലാണ് അവളുടെ വീടെങ്കിലും അവളുടെ പാട്ടും അവളുടെ ജീവിതവും അവളുടെ സന്ദേശവും ശരിക്കും ഈ ക്രിസ്തുവിനെ സ്വാധീനിച്ചിട്ടുണ്ട്. മനുഷ്യനായ ക്രിസ്തുവിന് ആ അമ്മയുടെ പരിചരണവും അമ്മയുടെ എത്തിക്സും ഒക്കെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. നമുക്ക് തിയോളജിക്കലി ദൈവം മനുഷ്യനായി എന്ന് പറയുമ്പോഴും സാധാരണ മനുഷ്യന് ലഭിക്കേണ്ട പരിപോഷണങ്ങൾ ലഭിച്ച ഒരിടമാണ് സ്വന്തം നസ്രയത്തിലെ വീട് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ക്രിസ്തുമസ് നമുക്ക് നൽകുന്നത് നല്ല മേരിയെ പോലെ ജീവിതത്തിൽ നന്മകളും മനുഷ്യത്വത്തിൻ്റെ ഒരുമിച്ചുള്ള ഒരു കാഴ്ചകളും കൊടുക്കുന്ന കുടുംബങ്ങളായി തീരുവാനായിട്ടുള്ള ഒരു ആഹ്വാനം ഈ ക്രിസ്തുമസ് നൽകുന്നുണ്ട്. ഈ വർഷത്തെ ക്രിസ്തുമസ് നമുക്ക് നമ്മുടെ വീടിനെ മനുഷ്യത്വത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഒരിടമാക്കി നമ്മുടെ മക്കൾക്ക്, തലമുറകൾക്ക് കൊടുക്കുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നേരുവാൻ വേണ്ടി അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടി ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ നല്ല ആശംസകൾ. Thank you, Achan, for your inspiring words.